അങ്ങനെ ഇൻഫിനിക്സിനും ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഫോണുണ്ട്. അതായത് ഇൻഫിനിക്സിന്റെ ഗെയിമിംഗ് ഫോൺ സീരീസ് ആയ GT സീരീസ്. അതിന്റെ പുതിയ ഫോൺ ഇന്ന് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, GT20 Pro. ഓൾറെഡി GT10 Pro അങ്ങനെ എന്തൊരു ഫോൺ കഴിഞ്ഞ വർഷം അവർ ഇറക്കി വെച്ച് 10 Pro ആണ്. അപ്പൊ ആ ഒരു ഫോൺ ഇറക്കി അത്യാവശ്യം ഹിറ്റ് ആയിരുന്നു. 20,000 വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആയിരുന്നു. കാരണം വേറെ ഇല്ലായിരുന്നു. അതുപോലെ അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് വന്ന സാധനം, ഇവൻ ബൈപ്പാസ് ചാർജിങ് പോലെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടായിരുന്നു. അത്രയ്ക്കും കിടിലൻ കൂളിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ വേറൊരു ഫോൺ നമുക്ക് സജഷൻ ഇല്ലായിരുന്നു. അത്രയ്ക്കും കിടിലൻ ഫോണായിരുന്നു GT10 Pro. അപ്പം അതിന്റെ സക്സസർ GT20 Pro ഫൈനലി ഇറങ്ങിയിരിക്കുകയാണ്. അതെ, സക്സസർ എന്ന് പറഞ്ഞാൽ സംഭവം കുറച്ച് പറയാനുണ്ട്, എന്നാൽ സക്സസറിന് ചെറിയ ഉടായ്പുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഞാൻ ആദ്യം വിചാരിച്ച ഒരു സംഭവം അല്ല, ഞാൻ അവസാനം അതിന് ഡീറ്റെയിൽസ് ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അല്ല ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റാർട്ടിങ് നോക്കി കഴിഞ്ഞാൽ ബിൽഡ് ആൻഡ് ഡിസൈൻ, ഓഫ് കോഴ്സ് ഗെയിമിംഗ് ഡിസൈൻ ആണ്. ചിലരൊക്കെ പറയും നത്തിങ് ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ഗെയിമിംഗ് ഫോണാണ്, നമുക്ക് കൂടുതൽ ഡിസൈനകത്തൊന്നും പറയില്ല, ഒരു ടൈപ്പ് ബോക്സി ഡിസൈൻ ഒക്കെയാണ് സംഭവം. വലിയ കുഴപ്പമില്ല, ബിൽഡ് ക്വാളിറ്റി ഒക്കെ പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 144 Hz ഉണ്ട്, 10-bit AMOLED ആണ്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡിസ്പ്ലേക്ക് സ്പെഷ്യൽ ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ചിപ്പൊക്കെ, അതായത് IQ പോലെ തന്നെ ഇവരും വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ ചിപ്പൊക്കെ. അപ്പം ഫുൾ വിഷ്വൽ ക്വാളിറ്റി എൻഹാൻസ് ആവും. പിന്നെ ഗെയിമിങ്ങിനകത്തൊക്കെ കുറച്ചുകൂടെ FPS ബൂസ്റ്റ് കിട്ടും. മെയിൻലി പറഞ്ഞ SDR to HDR കണ്ടന്റിലേക്കുള്ള ഒരു വിഷ്വൽ ബൂസ്റ്റിംഗ് എന്നുള്ള പരിപാടിയാണ്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്, 144 Hz. അപ്പോൾ സംഭവം ചുമ്മാ തീ സാധനമാണ് ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അടിപൊളി ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലൊന്നും പറയില്ല. അപ്പോൾ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുതിര. അതെ, പെർഫോമൻസ്, അതെ മെയിൻ കാറ്റഗറി ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്ന MediaTekന്റെ Dimensity 8200 Ultimate ആണ്. അതെ, അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര അൾട്ടിമേറ്റ് ആണ്, പക്ഷെ അല്ല, ഈ അത്ര അൾട്ടിമേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ അൾട്ടിമേറ്റിനകത്തുള്ളത് Cortex A78ന്റെ കോറാണ്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് പ്രൊസസ്സർ കമ്പാരിസൺ ഈ പറഞ്ഞ കാര്യമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. Cortex A78 എന്ന് പറയുന്നത് 2 വർഷം മുമ്പുള്ള കോറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 888 2021 കാലഘട്ടത്തിലുള്ള സാധനമാണ്, 21-20 കാലഘട്ടത്തിലുള്ള സാധനമാണ് അത്. ഈ Cortex A78 തന്നെയാണ് പിന്നെയും ഇതിനകത്ത് ക്ലോക്ക് സ്പീഡ് കൂട്ടി ഇറക്കിയേക്കുന്നത്. അതായത് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള സാധനം തന്നെ, ഇങ്ങനെ ഉള്ള സാധനം തന്നെ ഓവർക്ലോക്ക് ചെയ്തെടുക്കുന്ന. ഇപ്പൊ പറയുവാണെങ്കിൽ Dimensity 1200, 1300, ഇവര് തന്നെ GT10 Proയ്ക്കകത്ത് യൂസ് ചെയ്ത Dimensity 8050, പിന്നെ 8100, ഈ പറഞ്ഞ എല്ലാ ചിപ്സെറ്റിനെ എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ക്ലോക്ക് സ്പീഡ് ചെറുതായിട്ട് കയറ്റിയ ഒരു സാധനം, കൂട്ടിയ ഒരു സാധനമാണ് Dimensity 8200 Ultimate. ഞാൻ വിചാരിച്ചത് ലേറ്റസ്റ്റ് ജനറേഷൻ ആണ്, അല്ല, 8200 Ultimate ലേറ്റസ്റ്റ് അല്ല. പക്ഷേ 8300 Ultra ആണ് നമ്മുടെ പോക്കോ X6 Proയ്ക്കകത്ത് സുപ്പീരിയർ ആണ്. X6 Proയ്ക്കകത്തുള്ള സാധനം ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് കോർ ആണ്. അതാണ് വ്യത്യാസം. AnTuTu സ്കോർ അവിടെ 1 മില്യൺ റേഞ്ചിൽ 1 മില്യൺ എബോവ് കിട്ടുന്നുണ്ട്. സംഭവം അതാണ്. പക്ഷെ ഇതിന് AnTuTu സ്കോർ ഉണ്ട്, കാരണം LPDDR5X റാം ടൈപ്പ് ഉണ്ട്, UFS 3.1 ആണ്, അതിന്റെ ഒരു സാധനമുണ്ട്. പിന്നെ X6 Proയ്ക്ക് പക്ഷേ LPDDR5X ഉണ്ട്, UFS 4.0 ഉണ്ട്. അപ്പം പെർഫോമൻസ് ഓവറോൾ ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി സുപ്പീരിയർ X6 Pro തന്നെയാണ്. അപ്പം ഈ ഫോൺ പൊട്ടയാല്ല, ഇതിന്റെ ചിപ്സെറ്റ് പൊട്ടയാന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ചിപ്സെറ്റ് നൈസാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 2 വർഷം മുമ്പുള്ള ഈ സാധനം തന്നെ ഈ പേര് മാറ്റി ഇറക്കി ഇവര് വലിയ രീതിയിൽ കാണിക്കുന്നതാണ്. ഇവരുടെ പോസ്റ്ററിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 8200 Ultimate 8200, അതാണ് ഇവരുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. പക്ഷെ ഞാൻ വിചാരിച്ചത് 8200 ഇങ്ങനെ പറയുന്നുണ്ട് കാര്യമായിട്ട് എന്തോ അല്ല, ഒന്നുമില്ല, അത് ഉള്ള സാധനം തന്നെ ഓവർക്ലോക്ക് ചെയ്തെടുത്താ. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ കുറെ പേർക്ക് എതിർപ്പുണ്ടാകും, ബ്രോ ഇതെന്തിനാ പറയുന്നത്, ഇതിനകത്ത് വലിയ റെലവൻസ് ഇല്ലല്ലോ. ചിലർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, കാരണം ഈ നമ്മളെ ഒരുമാതിരി പേര് മാറ്റി ഇട്ടിട്ട് പറ്റിക്കുന്ന ഒരു സംഭവമാണിത്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആകാശം ഭൂമി ഡിഫറൻസ് ഓണമെന്നില്ല. ചിലപ്പം ഒപ്റ്റിമൈസേഷൻ പോലെ ഇരിക്കും. അതായത് ഇപ്പോൾ X6 Pro ഒപ്റ്റിമൈസ്ഡ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്നാ സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇതിന്റെ പെർഫോമൻസ് വരണമെന്നില്ല, ചിലപ്പം ഇതിനകത്ത് ഇട്ടെങ്കിൽ പോലും അതിന്റെ പെർഫോമൻസ് കിട്ടണമെന്നില്ല. അതാണ് ഒരു സാധനം നല്ല തന്നാൽ പോരാ, അത് ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം. അപ്പം അങ്ങനെ സംവിധാനമുണ്ട്. കാരണം ചില ഫോണുകൾ നിങ്ങൾക്ക് അറിയാം 3.1 UFS ഉണ്ടായിട്ട് സ്പീഡ് കുറവാണ്, 2.2 തന്നെ 2.2 ഫോണിന് അതിൽ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി താഴെ. ആകെ കോമ്പറ്റീഷൻ ഈ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ, X6 Pro. നമ്മൾ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റ് കുറച്ച് താഴെയെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റ് പൊട്ടയാന്നല്ല, പക്ഷേ ഞാൻ നോക്കിയിട്ട് കമ്പാരിസണിൽ അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ റിയൽ ലൈഫിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നില്ല, പക്ഷേ സ്പെസിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ സുപ്പീരിയർ ആണ് X6 Pro, ലേറ്റസ്റ്റ് ജനറേഷൻ കോറാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് 2 വർഷം മുമ്പുള്ള സാധനം തന്നെ ഉരച്ച് കഴുകി എടുക്കുന്ന എന്നുള്ളതാണ് സത്യം. അതാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മനസ്സിലാക്കിക്കാനും നോക്കുന്നത്.
അതാണ് സംഭവം. 8200 അൾട്ടിമേറ്റ് ഈസ് കോർട്ടെക്സ് A78 മിശ്രിതം. അതായത് പണ്ടിറക്കിയ ഡിമെൻസിറ്റി 1200, 1300, 8050, 8020 ഇതിന്റെയൊക്കെ ഹയസ്റ്റ് എഡിഷൻ 8100 ഓവർക്ലോക്ക്ഡ് എഡിഷൻ. പക്ഷേ 8300 അൾട്ര വേറെ സാധനമാണ്, വേറെ വ്യത്യാസം ഉണ്ടായിരുന്നു, വേറെ ജനറേഷനാണ്. അതാണ് സംഭവം. അടുത്തായിട്ട് ക്യാമറ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ ഗെയിമിംഗ് ഫോണിൽ ക്യാമറയെ പറ്റി പരാമർശിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് 108 മെഗാ പിക്സലിലെ പ്രൈമറി OS ക്യാമറ, 2 മെഗാ പിക്സൽ 2 പ്രഹസനം, ഇരട്ട സഹോദരങ്ങളെ പോലെ പ്രഹസനം അവിടെ തന്നെ ഉണ്ട്. സന്തോഷം. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടും, കൂടുതലായിട്ടൊന്നും പറയാനില്ല. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ Wi-Fi 6 ഉണ്ട്, 3.5mm ജാക്കില്ല, വളരെ ശോകം. ഗെയിമിംഗ് ഫോണായിട്ട് അതില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്, ബൈപാസ് ചാർജിംഗ് ഉണ്ട്, IP54 ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുഴപ്പമില്ല. ബൈപാസ് ചാർജിങ് അതൊരു സംഭവമാണ്, കാരണം ഡയറക്റ്റ് ബോർഡിലോട്ടാണ് ചാർജ് പോകുന്നത്, ബാറ്ററിയിലോട്ട് അത്രയും ഇതില്ല, അതുകൊണ്ട് തന്നെ ഹീറ്റ് അത്രയ്ക്കും ഉണ്ടാകത്തില്ല. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷനും എളുപ്പമാകും, ഹീറ്റ് അധികം ആകത്തുമില്ല. അങ്ങനത്തെ കാര്യത്തിലൊക്കെ അഡ്വാൻറ്റേജ് ആണ്. 5000 mAh ബാറ്ററിയും 45 വാട്ട്സിന് ഫാസ്റ്റ് ചാർജാണ്. ഇനി പ്രൈസിലേക്ക് വന്ന 8GB 256GB പ്രൈസ് ആണ് 24,999. ഇനി 12GB 256GB പ്രൈസ് ആണ് 26,999. അപ്പോൾ പ്രൈസ് വെച്ച് 25,000 കോമ്പറ്റീഷൻ ആയി 8300 അൾട്ര ഉണ്ട്, 7 Gen 3 ഉണ്ട്. 7 Gen 3 ഒക്കെ ലേറ്റസ്റ്റ് ജനറേഷൻ ആണ്. പക്ഷേ ഇതിന്റെ പവർ ഉണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പോക്കോയിനേൽ പവർ കുറഞ്ഞാണ് ഇത്, അതെനിക്ക് കൺഫേം ആയിട്ട് പറയാം. അപ്പോൾ ഇനിയുള്ള ഇതെന്ന് വെച്ചാൽ കാർഡ് ഡിസ്കൗണ്ട് 2000 രൂപ കുറയും. കാർഡ് ഡിസ്കൗണ്ട് കുറയുമ്പോൾ കറക്റ്റ് ഡീലാവും, പെർഫെക്റ്റ് ഡീലാവും. ഇച്ചിലൂടെ പ്രൈസ് ഒക്കെ കുറഞ്ഞിരുന്നേ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്തേനെ. കാരണം പിന്നെ ഡിസ്പ്ലേ ഒക്കെ 144 സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഡിസ്പ്ലേ ചിപ്പൊക്കെ അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പെർഫോമൻസ് ആണ് ഇവർ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണമെന്നില്ല. കാരണം ചിപ്സെറ്റ് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ പുതിയ ചിപ്സെറ്റുമാണ്. മീഡിയാടെക് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിന്റെ ലീഡർമാരാണ്. കാരണം അമ്മാര് പണ്ട് തൊട്ടേ പേര് മാറ്റി ഇറക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ സ്നാപ്ഡ്രാഗൺ ആ രോഗം തുടങ്ങി. പക്ഷെ എന്നാലും ഇത് ഭയങ്കര അല്ല, അവരും കണക്കാണ്, ഇത് ഭയങ്കര പ്രശ്നം. ഇവര് പണ്ട് തൊട്ട് ആ മീഡിയാടെക്കിന് ഒരു G90T ഉണ്ടായിരുന്നു, അത് വെച്ച് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടോന്ന് ഇവർക്കറിയാം. G95, G98, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ടർബോ എന്നൊക്കെ കാണിച്ചിട്ടാണെന്നറിയാം. ആ ചിപ്സെറ്റ് അത് ഒരു തരത്തിൽ ഇപ്പം മുടിഞ്ഞ് തീർന്നു, സന്തോഷമായി. ആ 4G ആയതുകൊണ്ടാണ്. അത് മാറ്റിയപ്പോൾ പിന്നെ ഡിമെൻസിറ്റി 700 മോഡി പിടിപ്പിച്ചാണ് വേറെ സെറ്റപ്പ് ആക്കിയത്, 700, 810. പിന്നെ അതിന് പേര് മാറ്റി വേറെ നമ്പറൊക്കെ ആക്കി, കറക്റ്റ് നമ്പർ ഓർക്കുന്നില്ല, 6200 അങ്ങനെയൊക്കെ. അപ്പോൾ പേരിന്റെ കാര്യത്തിൽ ഇവരിങ്ങനെ നമ്മളെ പറ്റിക്കും. പിന്നെ ഇവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഈ ബൈപ്പാസ് ചാർജിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കൂട്ടത്തിൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ എനിക്ക് സ്ലൈറ്റ്ലി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന X6 Pro ആണ്. പിന്നെ മദർ ബോർഡിൻ്റെ സംഭവങ്ങളും സോഫ്റ്റ്വെയറിനൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. സോഫ്റ്റ്വെയർ ഇവിടെ ഇൻഫിനിക്സിന് XOS 14 ആണ്, Android 14 ആണ്, 2 years ഓഫ് അപ്ഡേറ്റ്സും 3 years ഓഫ് പാച്ചസ് ഒക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ ഇവിടെ ഫൈൻ ആണ്. പക്ഷേ നമുക്ക് വേറെ പോക്കോയുടേതായ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി നമുക്ക് പറയാനില്ല. അതാണ്. അപ്പം സംഭവം നല്ല ഫോണാണ്, ഗെയിമേഴ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ല നോർമൽ യൂസേഴ്സിനെ പ്രിഫർ ചെയ്തില്ല. ഫ്രീ ഫയർ, BGMA, COD എക്സെട്രാ ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് കളിക്കാം. ജെൻഷിൻ ഇമ്പാക്ട് ഇതെല്ലാം കളിക്കാം. പിന്നെ LPDDR5X ഒക്കെ തന്ന അഡ്വാൻറ്റേജ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ചിപ്സെറ്റിൽ അതാണ് ആ ചിപ്സെറ്റ് ആയിരുന്നു എന്ന്, അതായത് ആ ക്ലോക്ക് ചെയ്ത സാധനമായിരുന്നെങ്കിൽ ഒരു 23 ഒക്കെ പിടിച്ചിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പോൾ X6 Proന്റെ വാല്യൂ കുറഞ്ഞ് 23 ഒക്കെ ആയി. സ്ലൈറ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്ന X6 Pro ആണ്. പക്ഷേ ഇതും നല്ലൊരു ഫോണാണ്. ഇൻഫിനിക്സ് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ മോശം എന്ന് പറയാൻ പറ്റില്ല. ചില ഫോണുകൾ ഇപ്പം സാംസങ് ഇറക്കുന്ന F series, M series ഒക്കെ മോശം എന്ന് തന്നെ പറയാം. പക്ഷെ അങ്ങനെ ഒരു സംഭവമല്ല, ഇതൊക്കെ ഗുഡാണ്. പക്ഷേ കോമ്പറ്റീഷൻ വെച്ച് പുറകിലാണ്. ഇതാണ് എനിക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബ്രോ ഈ പറഞ്ഞത് മോശമായി പോയി എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളത് അതിൻ്റെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, ഇപ്പം ആ പറഞ്ഞ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ എക്സ്പ്ലനേഷനാണ് അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കുകയാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞത്. അതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും